അയർലൻഡിൽ കൗണ്ടി കോർക്കിൽ വരുന്ന ഒരു ഹാർബർ സിറ്റിയാണ് കോവ്. ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ ഒരേ ഡിസൈനിലും ഒരേ വലുപ്പത്തിലും വരുന്ന വീടുകളാണ് ഇവിടുത്തെ തെരുവ് മുഴുവൻ. അത് തന്നെയാണ് ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് അട്രാക്ഷൻ. ചരിത്രപ്രധാനമായും മറ്റു പല ഇമ്പോർട്ടൻസും ഈ സിറ്റിക്കുണ്ട്. അയർലൻഡിലെ ടോളസ്റ്റ് ചർച്ചായി കണക്കാക്കപ്പെടുന്ന ഈ സെയിൻറ്റ് കോൾമൻസ് കത്തീഡ്രലിൻ്റെ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 95.3 മീറ്ററാണ്. 1868 ഫ്രഞ്ച് ഗോത്തിക് വാസ്തുവിദ്യ ശൈലിയിൽ ആരംഭിച്ച ഈ കത്തീഡ്രലിൻ്റെ കൺസ്ട്രക്ഷൻ അരനൂറ്റാണ്ടിന് ശേഷം 1919 പൂർത്തിയായത്. 1750കളിൽ റോയൽ നേവി പോർട്ടിൻ്റെ സ്ഥാപനത്തോടുകൂടി ദ കോവ് ഓഫ് കോർക്ക് അല്ലെങ്കിൽ കോവ് എന്നറിയപ്പെട്ടിരുന്ന ഈ സിറ്റി 1849 ക്യൂൻ വിക്ടോറിയയുടെ സന്ദർശനത്തോടുകൂടി ക്യൂൻസ് ടൗൺ എന്നറിയപ്പെടാൻ തുടങ്ങി. 1920 ഐറിഷ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ക്യൂൻസ് ടൗൺ വീണ്ടും അതിൻ്റെ പഴയ പേരായ കോവിലേക്ക് പുനഃനാമകരണം ചെയ്യപ്പെട്ടു. പക്ഷേ ഇത്തവണ സ്പെല്ലിംഗ് ഐറിഷിലാണെന്ന് മാത്രം. COVE എന്നതിനു പകരം COVH എന്നായി. 1912 ടൈറ്റാനിക്കിൻ്റെ ദുരന്തയാത്രയിൽ അതിൻ്റെ ലാസ്റ്റ് പോർട്ടും കോവായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സ്മാരകശിലകൾ ഇവിടെ കാണാൻ പറ്റും. ഒരു ചെറിയ ടൈറ്റാനിക് മ്യൂസിയം ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ പാർക്ക്. ഇത് പോർട്ടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണുള്ളത്. അയർലാൻഡിൽ ഏറ്റവും വലിയ ട്രാൻസ് അറ്റ്ലാന്റിക് പോർട്ടിൽ ഒന്നാണ് കോവ് പോർട്ട്. അങ്ങനെ പറയാൻ കാരണം ഐറിഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിയേറ്റ രാജ്യങ്ങളിലൊന്നായ നോർത്ത് അമേരിക്കയിലേക്ക് മാത്രം 1848 1950 ഇടയിൽ മൈഗ്രേറ്റ് ചെയ്ത 6 മില്യൺ ആളുകളിൽ 2.5 മില്യൺ ആളുകളും മൈഗ്രേറ്റ് ചെയ്തത് ഈ പോർട്ടിൽ നിന്നായി. അമേരിക്ക കൂടാതെ ഈ പോർട്ടിൽ നിന്നും ഇമിഗ്രൻസ് പോയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഫ്ലാഗ് ഈ ജോൺ ഓഫ് കെന്നഡി മെമ്മോറിയൽ പാർക്ക്. ഏതൊക്കെയാ ഫ്ലാഗ്സ് കാണുന്നേ? ഇറ്റലി, നെതർലാൻഡ്സ്, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, UAE, പോർച്ചുഗൽ, സ്കോട്ട്ലൻഡ്, അമേരിക്ക, സ്പെയിൻ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ, വെയിൽസ്, യുക്രൈൻ, പോളണ്ട്, ജർമ്മനി ആൻഡ് അയർലൻഡ്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇന്ത്യയിലേക്കും അയർലൻഡിൽ നിന്ന് ഇമിഗ്രൻസ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫ്ലാഗും ഇവിടെ പാറി പറക്കുന്നത് കണ്ടോ? എത്ര അഭിമാനകരമായ നിമിഷമായിരുന്നു എന്നറിയോ ഇതിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ. കോവ് പോർട്ടിൻ്റെ അടുത്തുനിന്ന് തന്നെ നമുക്ക് സ്പീഡ് ബോട്ട് റെൻറ്റിന് എടുക്കാൻ കിട്ടും. ഒരു ഫാമിലിക്ക് ഒരു ബോട്ട് സഫീഷ്യൻ്റ് ആണ്. നമ്മൾ സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകുന്ന സ്പീഡ് ബോട്ടാണ്. ബോട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബോട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നും അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സും ഇൻസ്ട്രക്ഷൻസും എല്ലാം വ്യക്തമായി തന്നെ നമുക്കവർ പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ അവരുടെ ഒരു സ്റ്റാഫ്, ഒരു ഗൈഡ് പോലെ ഒരു സെപ്പറേറ്റ് ബോട്ടിൽ തന്നെ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഏതൊക്കെ ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളതും പിന്നെ പോകുന്ന വഴിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞങ്ങൾ 2 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ഫാമിലിക്കും കൂടെ 2 ബോട്ട് എടുക്കേണ്ടി വന്നു. ബോട്ടിങ്ങിൻ്റെ കാര്യം കൂടി വന്നപ്പം എല്ലാവർക്കും ബോട്ട് ഓടിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുമായിരുന്നു. അത്രയും സിമ്പിളാണ് അതിൻ്റെ ടെക്നോളജി. അപ്പയുടെ ഹെൽപ്പ് കൊണ്ട് അപ്പു കുറച്ച് നേരം ഒന്ന് സ്റ്റിയറിങ് പിടിച്ചു. അക്കുവിന് തുടക്കത്തിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും അവന് വേണ്ടത്ര ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തപ്പോൾ അവനും കുറച്ച് നേരമൊക്കെ ബോട്ട് ഓടിച്ചു. എന്നാലും സ്റ്റാർട്ടിങ്ങിൽ അവൻ്റെ മുഖത്ത് കുറച്ച് ടെൻഷനൊക്കെ കാണാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ആൾ ഓക്കെ ആയി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുഞ്ഞ് ടൗണാണ് കോവ്. കരയിൽ നിന്ന് കോവ് കാണുന്നതിനേക്കാട്ടും വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു വ്യൂ. വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് പാടാണത്. കാരണം പല നിറത്തിലുള്ള വീടുകൾ ഓരോരോ അടുക്കടുക്കായിട്ട് നിൽക്കുന്നതും കത്തീഡ്രലിൻ്റെ ഭംഗിയും പോർട്ടിൻ്റെ വ്യൂവും എല്ലാം കൂടെ ഒരൊറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുമ്പോൾ അതൊരു അസാധ്യ ഭംഗിയായിരുന്നു. ഞങ്ങൾ മടങ്ങി എത്തിയപ്പോഴത്തേക്കും പോർട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്ന ക്രൂസ് ഷിപ്പ് തിരിച്ചു പോകാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഈ പോർട്ടിനടുത്ത് തന്നെ സ്പൈക്ക് ഐലൻഡിലേക്കും ടൂറുണ്ട്. അതിന് വേറെ ഫെറി ബോട്ടാണുള്ളത്. അത് നമ്മൾ സെപ്പറേറ്റ് ബുക്ക് ചെയ്യണം.